അപ്പം ഈ ആകർഷണത്തിൻ്റെ ഒരു കണ്ടൻ്റ് ഉണ്ട്. അതെന്തായിരിക്കും? ആകർഷണൻ്റെ കണ്ടൻറ്റ് നമുക്ക് മറ്റുള്ളവരുടെ കമ്മിറ്റ്മെൻറ്റാണ്. എപ്പോഴും ദൈവസ്നേഹം എപ്പോഴും പറയുന്നത്, ദൈവസ്നേഹത്തിൻ്റെ വിഷയം നമ്മൾക്ക് ദൈവസ്നേഹം കിട്ടി നമ്മളുടെ ഉദരപൂരണത്തിനേക്ക് മാത്രം ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ബൈബിൾ പറയണത് ഉദരമാണ് അവരുടെ ദൈവമെന്നാണ്. അതാണ് വിഷയം. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കാര്യം മാത്രം ജന്മകാലം മുഴുവനും നമ്മുടെ ജോലി, നമ്മുടെ മക്കളുടെ ഗതി പിടിക്കൽ, നമ്മുടെ മക്കളുടെ കല്യാണം, നമ്മുടെ മക്കൾ കുഞ്ഞുങ്ങളുണ്ടാകണത്, നമ്മുടെ വീട് വിൽക്കുന്നത്, നമ്മുടേതെന്ന് പറഞ്ഞിരുന്നാൽ അതിന് ബൈബിൾ പറയണത് ഉദരമാണ് അവരുടെ ദൈവം എന്നാണ്. ഫിലിപ്പിയർ 3:19 നാശമാണ് അവരുടെ അവസാനം. നാശമാണ് അവരുടെ അവസാനം. ഉദരമാണ് അവരുടെ ദൈവം. ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. അതായത് ലജ്ജാകരമായ, ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വിലയുമില്ലാത്ത കാര്യത്തിന് വല്ലാത്ത അഭിമാനം. എപ്പോഴും ബൈബിൾ പറയണത് അഭിമാനിക്കുന്നതിന് ആദ്യം അഭിമാനിക്കേണ്ടത് നിങ്ങളുടെ കാറിലോ വീടിലോ നിങ്ങളുടെ ആസ്തിയിലോ നിങ്ങളുടെ ശമ്പളത്തിലോ നിങ്ങളുടെ പ്രൊമോഷനിലോ നിങ്ങളുടെ PR-ലോ ഒന്നുമല്ല. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. 2 കൊരിന്തോസ് 10:17 ഏറ്റവും പറയുക, അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. അപ്പോൾ ഫുൾ സ്പാർക്കിലേക്ക് വരികയാണ്. എന്താണ്? നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗത്തിൻ്റെ നിത്യമായ ലക്ഷ്യം എന്താണ്? ദൈവമാണ്. ദൈവത്തിൽ അഭിമാനിക്കുമ്പോഴാണ് ഇപ്പം നിങ്ങൾക്ക് അത് തോന്നണം. വാസ്തവത്തിൽ നിങ്ങളുടെ സ്ഥാവര ജംഗ വസ്തുക്കൾ നിങ്ങൾ ദൈവദൃശ്യനിൽ നിന്ന് പ്രാർത്ഥിച്ച് അടിച്ചു മാറ്റുന്ന പരിപാടികളാണ് പലപ്പോഴും നിങ്ങൾ അഭിമാനമായിട്ട് പറയണത്. നത്തിങ്. ദൈവം തന്നെയാണ് നമ്മുടെ അഭിമാനത്തിൻ്റെ ആസ്തി എന്ന് പറയണത്. അത് അങ്ങനെ ദൈവം തന്നെ ഒരു വ്യക്തിക്ക് അഭിമാനത്തിൻ്റെ ആസ്തിയായി മാറുമ്പോൾ, അടിസ്ഥാനമായി മാറുമ്പോൾ നമ്മുടെ ആത്മാവിനെ വളരെ നല്ല മൂല്യവത്താകുന്നത് കൊണ്ട് ദൈവം അതിനെ അസൂയയോടെ അഭിലഷിക്കും. അപ്പം ഞാൻ പറഞ്ഞ ഈ സ്പാർക്ക് ശരിക്കും ഒരു സൂര്യനായിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും. നിങ്ങളുടെ ഉടമ്പടി പുതുക്കുന്ന അനുസരിച്ചുകൊണ്ട് സ്പാർക്ക് കൂടി ഒരു സൂര്യനെ പോലെ ആയിരിക്കണം. സ്പാർക്ക് ടു സൺ. ഉടമ്പടി എങ്ങോട്ടാണ് പുതുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്പാർക്കിൽ നിന്ന് ഒരു സണ്ണിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു സ്പാർക്കിൽ നിന്ന്, ഒരു പൊരിയിൽ നിന്ന് ഒരു സൂര്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ആ ഒരു മാറ്റം ആത്മീയ മേഖലയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഓക്കെ ആവും. അപ്പം അതുകൊണ്ട് ഇത് വിഷയം ക്രമീകരിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഈ വിഷയം ക്രമീകരിക്കുന്നതിൽ ശ്രദ്ധിക്കണം. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യം വരുമ്പോൾ നിങ്ങളുടെ വിശ്വാസം കൂടിയാൽ, ഇപ്പം നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷെ ആ സന്തോഷം വിശ്വാസം കൂടിയാൽ ഉണ്ടാകുന്നുണ്ടോ? അതാണ് വിഷയം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയുള്ള ആൾക്കാർക്ക് വിശ്വാസം കൂടിയാൽ ഉടനെ സന്തോഷം ഉണ്ടാവും. അതുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞതിലെ സന്തോഷിച്ചുകൊണ്ട് ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. അപ്പോസ്തലപ്രവർത്തനങ്ങൾ 16:31 16:31 കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോസ്തലപ്രവർത്തനങ്ങൾ 16:34 ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു. അതാണ് വിശ്വാസം തന്നെ ആനന്ദമാണ്. വിശ്വാസം തന്നെ ആനന്ദമാണ്. അതിനാണ് അഭിഷേക അനോയിൻറ്റഡ് ഫെയ്ത്ത് എന്ന് പറയും. അനോയിൻറ്റഡ് നമുക്കൊരു ട്രഡീഷണൽ ഫെയ്ത്താണ് നമുക്കുള്ളത്. ട്രഡീഷണൽ ഫെയ്ത്താണ്. ട്രഡീഷണൽ ഫെയ്ത്ത് അതിന് അപ്ഡേഷൻസ് വരുമ്പോഴാണ് വിശ്വാസം അനോയിൻറ്റഡ് ഫെയ്ത്തായി വരണം. ഇപ്പം നമ്മൾ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു, ഓക്കെ, ചിലപ്പോൾ ആനന്ദം ഉണ്ടാകാൻ നിർബന്ധമില്ല. കാര്യം എന്താണ്? വിശ്വാസം നമ്മുടെ പേരിൽ, അത് ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിക്കുമ്പോൾ അപ്പൻ്റെ അമ്മയുടെ വിശ്വാസത്തിലല്ലേ നമ്മൾ ജനിക്കണത്. അപ്പൻ്റെ അമ്മയുടെ വിശ്വാസം ജനിക്കുന്നത് കൊണ്ട് നമ്മൾ ആ വിശ്വാസത്തിൻ്റെ
സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് ആനന്ദം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുണ്ട് ജീവിച്ചതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണമെന്നേ വരത്തുള്ളൂ. പക്ഷേ എല്ലാവർക്കും ഈ ക്രിസ്ത്യൻസിനും നോൺ ക്രിസ്ത്യൻസിനും ഉള്ള സിംഗിൾ ക്വസ്റ്റ്യൻ എന്താണ്? ഹും ഡു യു സേ ദാറ്റ് ഐ ആം? അവിടെ ആ വിഷയത്തിൽ വരുമ്പോൾ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ആനുകൂല്യമില്ല. ഒരു ഫേവറബിൾ വിശ്വാസത്തിൽ വളരാനുള്ളൊരു ഫേവറബിൾ സർക്കംസ്റ്റൻസേ ഉള്ളൂ. ആ സർക്കംസ്റ്റൻസ് കൊണ്ട് അവൻ്റെ പേരിൽ അവൻ അത് വെച്ച് വ്യയം ചെയ്ത് അവൻ നേടിയെടുത്ത ഓക്കെയാണ്. നേടിയെടുക്കാത്ത എന്തുമാത്രം ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനിക്ക് ഭാര്യയായിട്ട് നടക്കുന്ന എന്തുമാത്രം മനുഷ്യരുണ്ട് ഇല്ലേ? ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം ക്രിസ്ത്യൻ സഭയ്ക്ക് ബാധ്യതയായി നടക്കണ, ക്രിസ്ത്യൻ സമൂഹത്തിന് ബാധ്യതയായി നടക്കണ ഒത്തിരി മനുഷ്യരില്ലേ? അപ്പം ജനിക്കണതല്ല പ്രശ്നം. അപ്പം നീ എത്ര സമ്പാദിച്ചു? ഹൂം ഡു യു? കുറേ ചോദ്യങ്ങൾ ബൈബിളിൽ ചോദിക്കും. നീ എത്ര സമ്പാദിച്ചു? 10 നാണയം കൊടുത്തവരുണ്ട്, 5 നാണയം കൊടുത്തവരുണ്ട്, 1 നാണയം കൊടുത്തവരുണ്ട്. യജമാനൻ തിരിച്ചു വരുമ്പോൾ ചോദിക്കണേ, ഓഡിറ്റിംഗ് നടത്തും, നീ എത്ര സമ്പാദിച്ചു? അവന് ഹൂം ഡു യു സേ ദാറ്റ് ഐ ആം? ഞാൻ ആരാണെന്നാണ് നിൻ്റെ അപ്പൻ പറയണമെന്നല്ല ചോദിക്കണത്, നീ പറയണത്. നിൻ്റെ അനുഭവമാണ് പ്രശ്നം. നിൻ്റെ വിശ്വാസത്തിൽ നീ എന്താണ് എന്നെക്കുറിച്ച് പറയണത്? അതാണ് അപ്ഡേഷൻസ് ഓഫ് ഫെയ്ത്ത്. അപ്ഡേഷൻസ് ഓഫ് ഫെയ്ത്ത് വേറെയാണ് ഈ അനോയിൻറ്റഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അഭിഷേക വിശ്വാസം മറ്റൊരു ട്രഡീഷണൽ വിശ്വാസമാണ്. പിന്നെ വേണമെങ്കിൽ ഒരു ജാതിക്കോയ്മ എടുത്തുകൊണ്ട് നമ്മൾ കുറഞ്ഞ പുള്ളിയല്ലെന്ന് പറയാമെന്നല്ലാതെ, മസിൽ പെരുപ്പിക്കാമെന്നല്ലാതെ ജാതിക്കോയ്മയ്ക്കും പാരമ്പര്യ വിശ്വാസത്തിനും പ്രത്യേകിച്ച് വിലയൊന്നുമില്ല. ഹും ഡു യു സേ ദാറ്റ് ഐ ആം? ഞാൻ ആരാണെന്നാണ് നീ പറയണത്? നിൻ്റെ പിതാക്കന്മാർ നീ ആരാണെന്ന് പറഞ്ഞിട്ട് കഥയില്ല. നീ ആരാണെന്നാണ്, ഞാൻ ആരാണെന്നാണ് നീ പറയണത്. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികളുടെ ഹല്ലേലൂയ. മത്തായി 16:15. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണത്. ഓരോ വ്യക്തിയും ഓരോ ദിവസവും അവൻ്റെ വിശ്വാസത്തിന് വ്യക്തിപരമായ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കണം. നിൻ്റെ വിശ്വാസം വളർന്നു. നിൻ്റെ വിശ്വാസം വളർന്നില്ലെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഇൻ യുവർ ഹെഡ്, നിൻ്റെ തലയിൽ കിടക്കും. ഇതിൻ്റെ അകത്തൊരു വിഷയം വരണത് വളരെ ഈ സൂചിനൂലും കോർക്കണ പോലെ ഓടുകയും ചെയ്യണം, സൂചിനൂലും കോർക്കുകയും ചെയ്യണം, ഇല്ലേ? അങ്ങനെ ഒരു വട്ടം ഇല്ലേ? ഇല്ലേ? സ്പോർട്സിൽ നമ്മൾ ഓടുകയും ചെയ്യണം, ആ ഓട്ടത്തിനിടയിൽ സൂചിനൂലും കോർക്കുകയും ചെയ്യണം. ഇതുപോലെ നാരങ്ങ സ്പൂൺ ഓട്ടമില്ലേ? സ്പൂണിൽ നാരങ്ങ വെച്ചുകൊണ്ട് നമ്മൾ ഓടും, പക്ഷെ നമ്മൾ ഓടി ജയിക്കും. പക്ഷെ ചിലപ്പോൾ സ്പൂണിൽ നാരങ്ങ ഉണ്ടാകത്തില്ല. അപ്പം തോറ്റുപോയി. ഓടി ജയിക്കാൻ നമുക്ക് ലോകത്തിൽ കള്ളത്തറവ, തോന്നിവാസവ, കരിഞ്ചന്ത്, കള്ളനോട്ട എന്തെങ്കിലും ഓടി ജയിക്കാൻ പറ്റും. പക്ഷെ ജയിച്ച് കഴിയുമ്പോൾ സ്പൂണിൽ നാരങ്ങ ഉണ്ടാകത്തില്ല. അപ്പോൾ തോറ്റതായിട്ട് പ്രഖ്യാപിക്കും. അതാണ് വിഷയം. അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. അപ്പോൾ ഓടുമ്പോൾ ഓട്ടത്തിലായിരിക്കും ആൾക്കാർ ശ്രദ്ധിക്കണതേ, നാരങ്ങയെ ശ്രദ്ധിക്കത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ നല്ല ഓട്ടം ഓടി എന്താ പറയണത്? വിശ്വാസം നാരങ്ങ വിശ്വാസം സംരക്ഷിച്ചു. അത് ഈ ഓട്ടത്തിൽ, ഈ പരക്കം പാച്ചിൽ സൂക്ഷ്മതയോടെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് നിത്യത. അതുകൊണ്ടാണ് കൃപാസൻ എപ്പോഴും നിത്യതയെക്കുറിച്ച് പറയും. ഞാൻ നിത്യതയെക്കുറിച്ച് പറയാൻ കാരണം അതുമാത്രമല്ല, ഈ നിങ്ങളുടെ ഈ കൂട്ടായ്മയും ഞാനിവിടെ നിൽക്കുന്നതും കർത്താവ് നമ്മുടെ മധ്യത്തിൽ സാന്നിധ്യം നൽകുന്നതിൻ്റെ പിന്നിലുള്ളത് എന്താണ്? മാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണ്. 2004 സംഭവിച്ച മാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണ്. അപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ദുരന്തം ഉണ്ടാകാൻ കൊണ്ട് പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ സന്ദേശം നൽകിയത്. ആ സന്ദേശം സഭ ഏറ്റെടുക്കണം. എന്നിട്ട് ലോകവ്യാപകമായ ദൈവത്തിൻ്റെ സന്ദേശം കൈമാറണം. ആ ലോകത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം ഈ കൊച്ചിടത്തെ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളെ തിരിച്ച് ഇങ്ങനെ വിളിച്ചു വരുത്തിയത്. എന്തിനാണ്? പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാം വേണ്ടി വിളിച്ചു വരുത്തിയതാണ്. നിങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊള്ളാമെന്ന് പറഞ്ഞാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്.
അല്ലേ? ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആദ്യ പോർഷൻ ദൈവത്തിൻ്റെത് അങ്ങോട്ട് മാറും. ചില ആൾക്കാർ ബിസിനസ് ചെയ്യുമ്പോൾ എന്തു ചെയ്യും? അവിടെ അതിൻ്റെ അകത്തുള്ള ലാഭം എടുത്ത് ആദ്യം അവർ പറമ്പ് മേടിക്കും, എന്നിട്ട് കണ്ടവൻ്റെ കാശെടുത്തിട്ടാണ് പിന്നെ ബിസിനസ് ചെയ്യണത്. അത് തെറ്റാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം, ഇതിൻ്റെ ഫസ്റ്റ് പോർഷൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. അത് നിങ്ങൾ മുട്ടയെന്ന് ചെല്ലണം. മുട്ടയെന്ന് ചെല്ലുമ്പോൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ ആഗ്രഹിക്കണം. എന്തു ചെയ്യണം? കർത്താവ് എത്രയും വേഗം നിൻ്റെ പ്രത്യക്ഷീകരണം, അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ പഠിക്കാൻ ഇടയാക്കണമേ, എന്നിട്ട് ലോകത്ത് വ്യാപകമായി അതിൽ പ്രചരിക്കാൻ ഇടയാക്കണമേ. ഇപ്പം ഞാൻ ഓരോ രാജ്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ കൂട്ടായ്മയാണ് ഉള്ളത്. ഇപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ വാട്സപ്പുകൾ. നെക്സ്റ്റ് ഞാനപ്പോൾ അടുത്ത ഇൻ്റർവ്യൂ അയർലൻഡാണ് തന്നത്. അയർലൻഡ് അത് ഫസ്റ്റ് ഇൻ്റർവ്യൂ ഫെയിലായി. അപ്പം എനിക്ക് വിശ്വാസം ദൈവമേ ആദ്യം തിരഞ്ഞെടുത്ത രാജ്യം തന്നെ ചെയ്താൽ മതിയായിരുന്നു എന്ന് എൻ്റെ ബ്രദറൊക്കെ പറഞ്ഞു. നീ തീരുമാനം UK ആണെങ്കിൽ 3 months കൊണ്ട് പോകാം, അയർലാൻഡാണെങ്കിൽ 8 മാസം 10 മാസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി അങ്ങോട്ടല്ലേ പറഞ്ഞു, ചേച്ചി എന്നോട് എപ്പോഴും പറയാ നീ അങ്ങോട്ട് വരണം, അങ്ങനെയാണ് പണ്ട് മുതലേ കല്യാണം കഴിഞ്ഞ മുതലേ പറയാറ് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക് ചേച്ചി അതൊന്നുകൂടി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. 2 വർഷം ഉണ്ടല്ലോ, 1 വർഷം വരെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ഇൻ്റർവ്യൂസ് ഒന്നും ഇല്ലാണ്ടായി തുടങ്ങി. എന്നാലും എനിക്ക് വേറൊരു ഇൻ്റർവ്യൂ കിട്ടി, അയർലൻഡ് ഇൻ്റർവ്യൂ കിട്ടി. ഞാൻ എൻ്റെ DL എടുക്കുന്നതിനേക്കാൾ മുന്നേ തന്നെ മാതാവ് എനിക്ക് തന്നു. അപ്പം ഞാൻ വിചാരിച്ചു സന്തോഷമായി, ഇനിയിപ്പോൾ ഒരു പ്രശ്നങ്ങളും ഇല്ലല്ലോ, ഇനി DL എടുക്കുമ്പോഴേക്കാൾ മുന്നേ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി. ജൂലൈ 8 ഞാൻ അവിടെ എത്തേണ്ടതായിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞ് മെയ് മാസം എത്തിയപ്പോൾ ഒരു മെയ് മാസം ജൂലൈയിലേക്ക് എത്തുകയും ഈ 2024 ജൂലൈ 8 അവിടെ ഞാൻ എൻ്റർ ചെയ്യേണ്ടതാണ്. പക്ഷേ എനിക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഈ വർഷം മെയ് മാസം വരെ അതിൻ്റെ യാതൊരു ഡോക്യുമെൻസും പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങിയില്ല. ഓൺലി ഓഫർ ലെറ്റർ മാത്രമാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ മാതാവിനോട് അപ്പോഴേക്കടുത്ത എൻ്റെ അടുത്ത ഉടമ്പടി പുതുക്കാറായുള്ള സമയമായിരുന്നു മെയ് മാസം. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് തരാനുള്ളതാണെങ്കിൽ ഇത് തരണം, ഇല്ലെങ്കിൽ എനിക്ക് വേറൊരു ജോബ് ഓഫർ തരണം എന്ന് ഞാൻ ആ ഉടമ്പടിയിൽ ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. സെപ്റ്റംബർ 30 എന്നുള്ള ഡേറ്റാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഉടമ്പടിയിലെ നിയോഗത്തിൽ. കാരണം എനിക്ക് ഈ 1 വർഷം OET എഴുതി കഴിഞ്ഞ് 1 വർഷം തികയുന്നതിന് മുന്നേ എന്നെ അവിടെ എത്തിക്കണം എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ എനിക്ക് ആ മെയ് മാസത്തിൽ തന്നെ ഞാൻ ഡബ്ലിനിലുള്ള അയർലൻഡിലെ ഡബ്ലിനിലുള്ള സ്ഥലത്തേക്കുള്ള ഇൻ്റർവ്യൂവിൻ്റെ അവിടുന്ന് ഏജൻസിയിൽ നിന്ന് മെയിൽ വന്നു, ഇനി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അവർ കുറച്ച് നാളത്തേക്ക് അവിടെ എന്തോ ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്, നിങ്ങൾക്ക് ഈ ജോബ് ഓഫറിൽ നിങ്ങൾക്ക് കയറി വരാൻ പറ്റുമെന്ന് തോന്നുന്നു. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഏതൊക്കെ മീഡിയാസ് ഉണ്ടോ ആ മീഡിയാസിൽ ഡെയിലി രാത്രി കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ സെർച്ച് ചെയ്യും, എന്തെങ്കിലും ഒരു ഓഫർ വരുന്നുണ്ടോ എന്നുള്ള. എൻ്റെ എക്സ്പീരിയൻസിനനുസരിച്ചുള്ള ഒരു ഓഫർ കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയിരിക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ യൂട്യൂബിലൊരു മലയാളി ചേട്ടട്ട വീഡിയോയിൽ KCR ഏജൻസിയിലെ ഇൻ്റർവ്യൂവിന് ഞാൻ ജസ്റ്റ് മെയിൽ അയച്ചു. പക്ഷേ റെസ്പോണ്ട് ചെയ്തു. അങ്ങനെ എനിക്ക് യാതൊരു പരിചയവും ഇല്ല. ആ ഏജൻസി നമ്മുടെ നാട്ടിലല്ല, ഏജൻസി ഡയറക്റ്റ് അയർലൻഡിലായിരുന്നു. അങ്ങനെ ആ ഏജൻസി വഴി ഞാൻ സെലക്റ്റായി. എൻ്റെ പ്രോസസ്സിങ് June 6 എനിക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് തന്നത്. 2 മാസം, കറക്റ്റ് 2.5 മാസം കൊണ്ട് ഇപ്പോൾ ഞാൻ ഈ അടുത്ത വെള്ളിയാഴ്ച ഞാൻ അയർലൻഡിൽ പോകും. കറക്റ്റ് 2.25 മാസം കൊണ്ട് എനിക്ക് പോകാൻ സാധിക്കും. അത് ഞാൻ വിശ്വസിക്കുന്നു. മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് പ്രോസസ്സിങ് എല്ലാം കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അശ്വതി എന്നാണ്. എൻ്റെ ഹസ്ബൻഡ് സന്തോഷ്, മക്കള് ആർദ്ര, ആർഷ. ഞാനിവിടെ ഉടമ്പടി എടുത്തത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. 2021 ഡിസംബർ 11 എൻ്റെ മോൾക്ക് പെട്ടെന്ന് കൗണ്ട് താന്നു പോയിട്ട് അമൃത ഹോസ്പിറ്റലിൽ പോവുകയും അവിടുന്ന് ചെക്കപ്പിനെല്ലാം ശേഷം ടെസ്റ്റ് എല്ലാം ചെയ്തപ്പം പ്ലാസ്റ്റിക് അനീമിയ എന്ന രോഗമാണെന്ന് പറയുകയും ചെയ്തു. അപ്പം പ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് മാത്രമേ അതിനകത്തൊരു ഓപ്ഷനുള്ളൂ. അപ്പോൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, ഫണ്ട് വേണം, അതിൽ തന്നെ അവർ ഉറപ്പ് പറയത്തില്ല.
അങ്ങനെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഫിക്സ് ചെയ്തു, ഫണ്ടിങ് വെച്ചു, ഫണ്ടായി. അങ്ങനെ ഡോണർ എൻ്റെ ഇളയ മോള് തന്നെയായിരുന്നു. അപ്പം അവളെ കൊണ്ടുവന്ന് ചെക്കപ്പ് എല്ലാം നടത്തി കീമോ സ്റ്റാർട്ട് ചെയ്ത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു. അപ്പോൾ ഒരു തിങ്കളാഴ്ച മൂത്ത കുഞ്ഞിനെ കീമോയ്ക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ആ സമയത്ത് ഇളയ മോളും അവിടെ അഡ്മിറ്റ് ആണ്, അവളാ ഡോണറ്. അങ്ങനെയെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം ആ ഞായറാഴ്ച ഇളയ മോളുടെ കോഡ് ടെസ്റ്റ് ചെയ്തിട്ട് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞപ്പം അവൾക്ക് കോഡ് പോസിറ്റീവ് എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ട്രാൻസ്പ്ലാന്റ് ബ്ലോക്കായി. അങ്ങനെ ഇരിക്കെ ഈ ട്രാൻസ്പ്ലാന്റ് തിങ്കളാഴ്ച തുടങ്ങാനിരുന്നിട്ട് ബുധനാഴ്ച ആയപ്പോഴത്തേനും അവൾക്ക് തന്നെ കൗണ്ട് കൂടി വരികയും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഡോക്ടർമാർ ഇനി വെയിറ്റ് ചെയ്യാമെന്ന് പറയുകയും അങ്ങനെ മുന്നോട്ട് വ്യത്യാസം വരികയായിരുന്നു. അപ്പം ഇവൾക്ക് എന്നാന്നൊന്നും അറിയത്തില്ലാതിരുന്ന സമയത്ത് ഒരു ചേച്ചി, എനിക്കറിയത്തില്ല ആ ചേച്ചി ആരാണ്, ആ ചേച്ചി എൻ്റെ കൊണ്ട് പത്രം തന്നിട്ട് വന്ന് പ്രാർത്ഥിക്കണം, ഇത് വെച്ച് പ്രാർത്ഥിക്കുക. കാരണം ആ ചേച്ചിയുടെ മോനിന് വേണ്ടിയിട്ട് പത്രം ആരോ കൊടുത്തത് വെച്ച് പ്രാർത്ഥിച്ചിട്ട് ചേച്ചി ഡിസ്ചാർജ് ആകാൻ നേരം എൻ്റെ കൊണ്ട് തന്നു. ഞാനത് വെച്ചിട്ട് പ്രാർത്ഥിച്ചു, എന്നും പ്രാർത്ഥിച്ചു. ഞങ്ങളെല്ലാവരും കൂടെ ആ വാർഡിൽ ആ കട്ടിലയിലിരുന്ന് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് ഒരു ദിവസം എനിക്ക് പനി വന്നപ്പം എന്നോട് കൊച്ചിൻ്റെ അടുത്ത് നിന്ന് മാറിയിരിക്കണം, അവൾക്ക് ഇമ്മ്യൂണിറ്റി പവർ ഒന്നുമില്ല, അപ്പം അവളുടെ അടുത്തുനിന്ന് മാറണമെന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് പേടിയാണ് അവളുടെ അടുത്തുനിന്ന് മാറാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ആ കൂടുതൽ എവിടുന്നോ അറിയാതെ എൻ്റെ വായി വന്ന വാക്കാണ് ഉടമ്പടി എന്നുള്ള വാക്ക്. ഞാൻ ഉടമ്പടി എടുത്തോളാവേന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പതുക്കെ അവൾക്ക് കൗണ്ട് കയറി വന്നപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ഇത് കിടന്നു. അത് കഴിഞ്ഞ് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് നേരെ അവിടെ അടുത്തോട്ട് മാറി താമസിക്കാൻ പറഞ്ഞു, എങ്കിലും വീട്ടിലോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് അവൾക്ക് പതുക്കെ ആ വീട്ടിലോട്ട് വിട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു മരുന്നിൽ തന്നെ നോക്കാം, അവൾക്ക് ചെറിയ വ്യത്യാസം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2.5 വർഷം കൊണ്ട് അവൾക്കിപ്പം മരുന്ന് പൂർണ്ണമായിട്ട് നിർത്തി. ആ മരുന്ന് നിർത്തിയ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് മെയ് 16-ാം തീയതി ഉടമ്പടി എടുത്തു. മെയ് 31-ാം തീയതിയാണ് പറയുന്നത് അവൾക്ക് മരുന്ന് നിർത്തി നോക്കാം ഇനിയെന്ന്. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതും എൻ്റെ ഉടമ്പടി ഞാൻ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇനിയിപ്പം മരുന്ന് വേണ്ട, ഇവളുടെ കാര്യത്തിൽ പേടിക്കണ്ട എന്ന് പറയുന്നത്. കാരണം ഉടമ്പടി എന്ന വാക്കോ, ഞാനൊരു ഹിന്ദുവാണ്, എങ്ങനെ എനിക്ക് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അതിലോട്ട് എത്തിയത് ഞാൻ ഒത്തിരി പേരുടെ അടുത്ത് ചോദിച്ചാൽ. സത്യം പറഞ്ഞാൽ ആ സമയത്ത് ആ വാക്ക് എൻ്റെ വായിൽ എവിടെ നിന്ന് വന്നെന്നോ ആ പ്രാർത്ഥന എങ്ങനെ വന്നെന്നോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാനത് ആ ഉടമ്പടി എടുത്ത സമയം തൊട്ട് എനിക്കറിയത്തില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചും വായിച്ചും യൂട്യൂബിലൊക്കെ കണ്ടും എല്ലാം ഞാൻ ചെയ്ത ആ ഉടമ്പടിയുടെ സമയത്ത് തന്നെയാണ് ഇവളിൽ ഓരോ വ്യത്യാസം വന്ന് ഞങ്ങളുടെ ജീവിതം. സത്യം പറഞ്ഞാൽ ഇവൾക്ക് അസുഖം വന്ന സമയം എന്ന് പറഞ്ഞാൽ ജീവിതം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയായിരുന്നു. ജീവിതമില്ല എന്നുള്ളൊരവസ്ഥയിലാണ് ഇവള് ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ പ്രാർത്ഥന വരുന്നതും ഇവൾക്ക് വ്യത്യാസം വരുന്നതും ഇവൾക്ക് അസുഖം മാറി വരുന്നതും എല്ലാം. മാതാവായിട്ട് ഞങ്ങൾക്ക് തന്ന ജീവിതമായിട്ട് ഞങ്ങൾ കരുതുന്നു. ഇപ്പം ഇവള് സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ലിനി, ഞാൻ പുറക്കാട് ഇടവകയിൽ നിന്ന് വരികയാണ്. എൻ്റെ ഇളയ മോനിപ്പോൾ 7 വയസ്സായി. അപ്പോൾ അവന് 1.5 വയസ്സ് പ്രായമായപ്പോൾ അവന് പെട്ടെന്നൊരു പനി കണക്ക് വന്നവന്. അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തിട്ടും എന്തുവാ അസുഖം അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കുഞ്ഞ് 1.5 വയസ്സുള്ളെങ്കിലും അവൻ പാലൊന്നും കുടിക്കത്തില്ലായിരുന്നു. അവൻ രാത്രി ഭയങ്കര കരച്ചിലായിരുന്നു, അവൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞെങ്കിൽ അവനെ ടെസ്റ്റുകൾ നടന്നിട്ട് എന്തുവാണെന്ന് അവന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവനെ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ICUയിൽ കൊണ്ടുചെന്നിട്ടും അവന് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തിട്ടും അവന് എന്തോ അസുഖമൊന്നും അവർക്കും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞെങ്കിൽ ഇനിയിപ്പോൾ തലച്ചോറിൽ അണുബാധയാണോ എന്നൊരു സംശയമുണ്ട്, നമുക്കതിൻ്റെ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതേ സമയം തന്നെ എൻ്റെ മോനെ കിടന്നിരുന്ന ബെഡിൻ്റെ തൊട്ടരികത്തായി അവൻ്റെ അതേ പ്രായമുള്ളൊരു കുഞ്ഞ് തലച്ചോറിൽ അണുബാധയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. 2 ആഴ്ചയോളം ആ കുഞ്ഞൊന്ന് കണ്ണ് തുറന്നിട്ട് അതിൻ്റെ മൂക്കിൽ കൂടെ ട്യൂബിട്ടാണ് അതിന് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ ആ കുഞ്ഞിനെ നോക്കുമ്പോൾ എൻ്റെ കുഞ്ഞും അതേ കണക്ക് കിടക്കുമെന്നുള്ളൊരു അവസ്ഥയാണ് എനിക്ക് അനുഭവപ്പെട്ടത്.
ഞാൻ അവൻ്റെ നട്ടൽ കുത്തി വെള്ളം എടുത്ത് പരിശോധിക്കണമെന്ന് ഡോക്ടറിനോട് പറഞ്ഞു. നട്ടൽ കുത്തി വെള്ളം എടുത്ത് പരിശോധിക്കാൻ കൊണ്ടുപോയി. അതേസമയം ഞാൻ മാതാവിനോട് അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, എൻ്റെ കുഞ്ഞിതേ കണക്ക് കിടക്കേണ്ട അവസ്ഥ വരുത്തരുതേ എന്ന്. റിസൾട്ട് ഒരുപാട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ റിസൾട്ട് കൊണ്ടുവന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ അന്ന് എനിക്ക് കൃപാസനത്തെ പറ്റി ഒരുപാടൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, മാതാവേ എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും ഉണ്ടാവരുത്. ഞാൻ റിസൾട്ട് ഒരു കുഴപ്പമില്ലെന്ന് പറയുവാണെങ്കിൽ ഞാൻ അമ്മയുടെ നടയിൽ വന്ന് ഞാൻ ഉടമ്പടി എനിക്ക് അറിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. അമ്മയുടെ മുമ്പിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിസൾട്ട് വന്ന് നോക്കിയപ്പോൾ ഡോക്ടർ എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, അമ്മ ഏത് ദൈവത്തെ വിളിച്ചാണോ പ്രാർത്ഥിച്ചത് ആ ദൈവം അമ്മയെ കാത്ത്. ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു കുഞ്ഞിന് തലച്ചോറിൽ അണുബാധയാണെന്ന്. പക്ഷേ റിസൾട്ടിൽ ഒന്നും കാണിക്കുന്നില്ല, അവനൊരു കുഴപ്പവുമില്ല. പിറ്റേ ദിവസം അന്നേരം ഡോക്ടർ പറഞ്ഞു, പിന്നെ എന്താ അസുഖം അവന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഞാൻ അന്നേരം മാതാവിനോട് ഇന്ന് പ്രാർത്ഥിച്ചു, മാതാവേ എന്താ അസുഖം എന്നൊന്ന് കാണിച്ചു തരണം അവന്. ഒരു റിസൾട്ട് ഒന്നും കാണിക്കുന്നില്ല അവന്. നേരം വെളുത്ത് കുഞ്ഞ് തനിയെ തന്നെ പാല് ഒരു ദിവസമോളം മൊത്തം പാല് കുടിച്ചില്ലവൻ. ആ ഒരു ദിവസം ഫുള്ള് നേരം വെളുത്ത് കുഞ്ഞ് പാല് കുടിക്കാനും തുടങ്ങി. കുഞ്ഞ് സാധാരണ രീതിയിലായി. എന്നിട്ട് മാതാവ് അത് കാണിച്ചു തന്നതാണ്. ഒരു ചെറിയ 2-3 കുരുക്കൾ എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത്. അത്രയും ഒരു ദിവസത്തോളം എൻ്റെ കുഞ്ഞ് തളർന്നു കിടന്ന എൻ്റെ കുഞ്ഞിന് മാതാവിനോട് ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞതിൻ്റെ പേര് നേരം വെളുത്തപ്പോൾ കുഞ്ഞിൻ്റെ ദേഹത്ത് 2-3 കുരുക്കൾ വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരു കാര്യം ചെയ്യുക, അത് സ്കിന്നിൽ കൊണ്ടൊന്ന് കാണിക്കാൻ പറഞ്ഞു. അത് സ്കിന്നിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, അവന് നേരെ കൊണ്ടുപോക്കോ, വീട്ടിൽ കൊണ്ടുപോക്കോളൂ എന്ന് പറഞ്ഞ്. അത് തന്നെ എൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. പക്ഷേ അത്രയൊക്കെ കിട്ടിയിട്ടും ഞാനിവിടെ 1.5 വയസ്സിൽ നടന്നു. ഇന്നിപ്പോൾ എൻ്റെ മോന് 7 വയസ്സുണ്ട്. ഇത്രയും കിട്ടിയിട്ട് ഞാൻ ഈ അമ്മയുടെ നടയിലൊന്ന് വരാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അത് ഞാൻ ഈ കിട്ടിയ അനുഗ്രഹം ഞാൻ എല്ലാവരോടും ഞാൻ പറയുമായിരുന്നു. പക്ഷേ അതെനിക്കിവിടെ എന്നെ എത്തിച്ചിട്ടില്ല. അപ്പോഴും ഞാൻ മനസ്സിൽ പറയും, എന്നെ ഇവിടെ എത്തിക്കും അമ്മ, ഇതിൽ വലിയ എന്തെങ്കിലും എനിക്ക് തന്നിട്ട് എന്നെ ഇവിടെ കൊണ്ടുവരുമെന്ന് ഞാൻ പറയുമായിരുന്നു. അതേ 2023 എനിക്ക് എൻ്റെ ഒരു ഓവറിൽ എനിക്കൊരു മുഴയുണ്ടായിരുന്നു. അത് വന്നപ്പോഴാണ് ഞാൻ വീണ്ടും കൃപാസനത്തെ പറ്റി ഓർമ്മ വന്നതും എൻ്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. ഞാൻ അന്നേരം ഓടി ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തില്ല. എന്നിട്ട് ഞാൻ ഉടമ്പടി എടുക്കാതെ ഞാൻ തിരിച്ചു പോയി. പിന്നെയും മാതാവിനെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ തൊണ്ടയ്ക്ക് ഒരു മുഴ കണക്ക് എനിക്ക് തോന്നി. അതും ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറെ കാണിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, മാതാവേ ഒരു മുഴയായിട്ട് ഡോക്ടർ പറയരുത്, ഞാൻ ഇപ്പം തന്നെ വന്ന് അമ്മയുടെ മുമ്പിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തോളാമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറിനെ വഴക്ക് പറഞ്ഞ. ഞാൻ നോക്കിയപ്പോഴും മറ്റുള്ള വേറെ ഒത്തിരി പേര് നോക്കിയപ്പോൾ ഒരു മുഴ എനിക്ക് അവിടെ ഉണ്ട്. പക്ഷേ ഡോക്ടർ നോക്കിയപ്പോൾ അതെനിക്കില്ല. ഞാൻ ആ ഡോക്ടറിൻ്റെ മുറിലോട്ട് കയറിയപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഡോക്ടർ നോക്കുമ്പോൾ എൻ്റെ തൊണ്ടയിൽ മുഴ കാണരുത്, ഞാൻ ഇപ്പം തന്നെ വന്ന് അമ്മയുടെ നടയിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തോളാമെന്ന് ഞാൻ പറഞ്ഞു. അന്നേരം ഡോക്ടർ എന്നെ വഴക്ക് പറഞ്ഞു, ഇയാൾക്കൊരു കുഴപ്പമില്ല, ഇയാൾ പോകുന്നു പറഞ്ഞോട്. ഞാൻ നേരെ വന്ന് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി എടുത്തിട്ടും ഉടമ്പടി എടുക്കാൻ അന്ന് വന്നിട്ട് 2 മണിയായി ഞാൻ കയറിയപ്പോൾ. അപ്പോൾ ഞാൻ ഒരുപാട് താമസിക്കും ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ. ഞാൻ 11:30 വന്ന ഞാൻ 2 മണി വരെ ഇവിടെ ഞാൻ വെയിറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് ഉടമ്പടി എടുക്കാൻ ഞാൻ കയറിയിട്ട് എന്നെ അവിടെ ഇരുത്തുന്നില്ല. കാരണം ഭയങ്കര അസ്വസ്ഥതയും പേടികളും എനിക്ക്. ഞാൻ പിന്നെ അവിടെ നിന്ന് ആ ചേച്ചിയോട് ചോദിച്ചിട്ട് ഞാൻ പോയി. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ തിങ്കളാഴ്ച വന്ന് ഉടമ്പടി എടുത്താൽ മതിയോ, ഇനിയിപ്പോൾ ഒത്തിരി വൈകും ഞാൻ വരുമ്പോഴെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ തിങ്കളാഴ്ച തന്നെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ കയറിയിട്ട് ഞാൻ പ്രാർത്ഥന കാര്യത്തിലും പള്ളിയിൽ പോകാനൊക്കെ ഒരുപാട് പുറകിലോട്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കത്തുമില്ല, പള്ളിയിലും പോകത്തില്ലായിരുന്നു. ഞായറാഴ്ചയൊന്നും ഞാൻ പോകത്തില്ല. പക്ഷേ പിശാചിനെ ഒരുപാട് തട്ടിച്ചായിരുന്നു എന്നെ. ഞാൻ ആ ഉടമ്പടി എടുക്കാൻ ഞാൻ കയറിയിട്ട് എനിക്ക് അവിടെ എന്നെ ഇരുത്തുന്നില്ല. എൻ്റെ തൊണ്ടയ്ക്ക് എന്തോ ഇങ്ങനെ വലിഞ്ഞു മുറുകി ഞാൻ അവിടുന്ന് ഇറങ്ങി പോകാൻ എന്നുള്ള രീതിയിലാണ് എന്നെ ഇരുത്തിയത്. എന്നിട്ടും ഞാൻ ഇറങ്ങിയില്ല. ഞാൻ ആ ഉടമ്പടി ക്ലാസ് തീർന്നവരെ ഞാൻ കേട്ടിരുന്നു. കേട്ട് വന്ന് ഞാൻ എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി ഞാൻ കറക്റ്റ് സമയങ്ങളിൽ പ്രാർത്ഥന എല്ലാം ചെയ്യുമായിരുന്നു. പൊക്കിളിൽ കൂടെ ഇങ്ങനെ ബ്ലഡ് വരുന്നതായിട്ട്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറയുകയാണ്, എൻ്റെ പൊക്കിളിൽ കൂടി ബ്ലഡ് വരുന്നതായിട്ട് ഞാൻ സ്വപ്നത്തിലൂടെ പറയുക. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയുന്നു, എടി അത് നിനക്ക് മുഴയുണ്ടല്ലോ, അത് ചിലപ്പോൾ മാതാവ് നിനക്ക് പൂർണ്ണമായിട്ടും നിനക്ക് സൗഖ്യം തന്നതായിരിക്കുമെന്ന് സ്വപ്നത്തിലൂടെ പറയുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഡോക്ടറിന് 3ാമത്തെ സ്കാൻ ചെയ്തുകൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് പൂർണ്ണമായിട്ടും അത് സൗഖ്യമായിട്ടോട്ട് ഇപ്പം ഇനി കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. 2ാമത്തെ എൻ്റെ സാക്ഷ്യം, എൻ്റെ അനുജത്തിക്ക്
2 വർഷമായി കല്യാണം കഴിഞ്ഞ് കുട്ടികളൊന്നും ഇല്ലായിരുന്നു. ഞാൻ അതെൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കാൻ വന്നപ്പോഴും ഞാൻ മാതാവിനോട് ഇവിടെ നിന്ന് ഞാൻ കരഞ്ഞോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കൊരു അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ അവൾക്കൊരു ഉടനെ ഉണ്ടാവത്തില്ല, അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നെങ്കിൽ മാത്രമേ ഇത് ശരിയാവത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴും ഞാൻ ഈ നടയിൽ നിന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച്, എൻ്റെ കാര്യങ്ങളൊന്നും സാധിച്ചില്ലെങ്കിൽ അവൾക്കൊരു കുഞ്ഞിനെ കൊടുക്കണേ അമ്മയെന്ന്. ആ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ എന്നെ വിളിച്ച് പറഞ്ഞു അവൾ പ്രഗ്നൻ്റ് ആണെന്ന്. അത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. മൂന്നാമത് എൻ്റെ അമ്മയുടെ അനിയത്തിക്ക് നാക്കി ക്യാൻസറാണ്. അപ്പം ആൻറ്റിക്കത് റേഡിയേഷൻ ചെയ്യാൻ വേണ്ടി കോട്ടയത്ത് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ആൻറ്റി പറഞ്ഞ് ഈ 12ാമത്തെ റേഡിയേഷൻ ആകുമ്പോഴത്തേക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെയുള്ള ആൾക്കാർ അവർക്കൊക്കെ മൂക്കിൽ കൂടെ ട്യൂബ് ഇടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റിക്ക് അത് ഭയങ്കര പേടിയായിരുന്നത്.